പോലീസുകാര് ചോദിച്ചതിനും ചോദിക്കാത്തതിനും ഒക്കെ എല്ലാവരും ഉത്തരം പറഞ്ഞു. എന്റെ മോനെ കുടുക്കിയത് ഈ കുടുംബത്തിലുള്ളവര് തന്നെയാ, അല്ലാതെ പോലീസുകാരല്ല. അതിന്റെ തെളിവ് ഓരോന്നായി കിട്ടി തുടങ്ങും. ദേവാ, ഇനി കണിമംഗലത്തുകാരുടെ കാശ് കൊണ്ടൊന്നും നിയമത്തെ തോൽപ്പിക്കാൻ പറ്റില്ല. നിന്റെ മോളെ കൊന്നതിനുള്ള ശിക്ഷ ഭഗവാൻ അവർക്ക് കൊടുക്കും. അവനും അവൾക്കും ജീവിതത്തിൽ ഇനി മനസ്സമാധാനം കാണില്ല, നശിച്ചു പോവും. ദേവേട്ട, എന്താ ഒന്നും മിണ്ടാത്ത? അയ്യോ ഈശ്വര, പരമേശ്വര, നീ ഈ ദുരഭിമാനമൊക്കെ മാറ്റിവെച്ചിട്ട് വരുണിനെ രക്ഷിക്കാനുള്ള ഏർപ്പാടുണ്ടാക്ക്. വക്കീലിനെ ഏർപ്പാട് ചെയ്യുകയോ അതോ ഏതെങ്കിലും രാഷ്ട്രീയക്കാരെ കൊണ്ട് വിളിച്ചു പറയിപ്പിക്കുകയോ ഒക്കെ ചെയ്യും. അമ്മ പറഞ്ഞത് കേട്ടില്ലേ? നമ്മളാരും തിരിഞ്ഞു നോക്കാതിരുന്ന അവന്റെ കാര്യം എന്താവും? അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അവൻ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചാൽ പോരെ? ഒരു തെറ്റും ചെയ്യാത്തവരെ പോലീസുകാരെ ദ്രോഹിക്കാറില്ലേ? തെറ്റ് ചെയ്യാത്തവര് ജയിലിൽ ചെന്ന് കിടക്കുന്നില്ലേ? അപ്പോ അത് വിധിയാണെന്നും പറഞ്ഞ് സമാധാനിക്കാൻ പറ്റുമോ? ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നെഞ്ചിൽ കൈവച്ച് നമുക്ക് പറയാൻ പറ്റുമോ അമ്മേ?
മരിച്ചുപോയ പ്രിയങ്ക ചാകാൻ മാത്രമുള്ള തെറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്തായാലും ഇതിനകത്തു നടന്ന കാര്യങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും നാണക്കേടുണ്ടാക്കുന്നതാ. അതിനൊരു ശിക്ഷ അനിവാര്യമായിരുന്നു. അങ്ങനെ അങ്ങ് കൂട്ടിയാ മതി. അത് അച്ഛൻ പറഞ്ഞത് കാര്യമാ. നമുക്കും ഉണ്ടല്ലോ കുടുംബക്ഷേത്രവും ദൈവവും ഒക്കെ. നടന്നത് നേരായ കാര്യമായിരുന്നെങ്കിൽ അവര് തടയില്ലായിരുന്നോ ഇതൊക്കെ? കൽപ്പന, സത്യം ജയിക്കണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ടാ അച്ഛൻ വരുണിന്റെ കാര്യത്തിൽ ഇങ്ങനെ സംസാരിക്കുന്നത്. പക്ഷെ താനത് ഏറ്റുപിടിക്കാൻ നിൽക്കണ്ട. അതിനുള്ള ക്വാളിറ്റി ഉണ്ടെന്ന് ആദ്യം സ്വയം ഒന്ന് പരിശോധിച്ച് നോക്ക്. ഓ അയ്യോ, ഞാനൊന്നും മിണ്ടുന്നില്ലേ? മിണ്ടിക്കഴിഞ്ഞാ ഇനി വരുണിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് പോലും എന്റെ കുഴപ്പം കൊണ്ടാണെന്ന് പറയും. അമ്മേ, മുത്തശ്ശി, വരുണിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അഡ്വക്കേറ്റിനെ കാണാനും അവന് ജാമ്യം എടുക്കാനും എനിക്കറിയാം. എന്റെ അനിയനെ എനിക്കങ്ങനെ ഒറ്റ വാഗം കൊണ്ട് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പോയിട്ട് വരാം. നീ എങ്ങോട്ടാ പോകുന്നത്? ഏത് അഡ്വക്കേറ്റിനെ കാണാനാ? അതൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. പക്ഷെ കണ്ടല്ലേ പറ്റൂ.